ഹായ് ചങ്കേളെ, എല്ലാവർക്കും മർഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 പച്ചക്കായ വെച്ച് നോൺ വെജ് ഇല്ലാത്തൊരു ദിവസം ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ഇന്നത്തെ റെസിപ്പി. അതുപോലെ തന്നെ ഇതേ രീതിയിൽ ഒരു തവണ നിങ്ങൾ പച്ചക്കായ കറി വെച്ച് നോക്കിക്കോ. പച്ചക്കായ കഴിക്കാത്തവർ ചോദിച്ച് വാങ്ങി കഴിക്കും. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ ആ പച്ചക്കായ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇത് 2 മീഡിയം സൈസിലുള്ള ഏത്തക്കായ അഥവാ നേന്ത്രക്കായ ചെറിയ കഷണങ്ങളാക്കി അരിഞ്ഞെടുത്ത് വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്താൽ വാഴക്കയുടെ കറയൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും. ഞാനിവിടെ ഒരു അല്പം വലിയ കഷണങ്ങളാക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. എങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. നേന്ത്രക്കായയുടെ തൊലിയിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തൊലി കളയരുത്. നന്നായി കഴുകിയെടുത്തതിന് ശേഷം അരിഞ്ഞെടുത്താൽ മതി. ഇതിവിടെ മാറ്റി വെച്ചിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പുളി വേണം. അതിനായി ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള വാളംപുളി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് അതിനെ മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിനെ ഒന്നങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു മൺചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നാൽ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നാടൻ ടേസ്റ്റ് കിട്ടാൻ സഹായിക്കുന്നതാണ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായാൽ അതിലേക്ക് 7-8 ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചുവന്നുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയൊക്കെ ഇതുപോലെ അത്യാവശ്യം വഴണ്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു മീൻ കറി ഉണ്ടാക്കും പോലെയാണ് ഈ കറി ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി നല്ലപോലെ വഴണ്ട് കിട്ടണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട വാഴയ്ക്ക നല്ലപോലെ കഴുകി ഊറ്റിയെടുത്തതാണ്, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കായ്ക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കായ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. ഇതുപോലെ ചെയ്യുമ്പോൾ കായയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഉടഞ്ഞ് കറിയിലേക്ക് ചേരുകയുമില്ല. ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയതിന് ശേഷം വേവിച്ചെടുക്കുമ്പോഴുണ്ടല്ലോ കുറച്ചുകൂടെ ടേസ്റ്റും കിട്ടും കേട്ടോ. 2 മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം കായ വേവാൻ ആവശ്യമായ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വലിച്ചു വാരിയൊന്നും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കായ വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വാഴയ്ക്ക പകുതി വേവായി കിട്ടിയാൽ മതി. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. അതിനായി ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അവസാനമായി ഇത് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായി ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ചിരിക്കുന്ന വാഴക്കായ വെന്തോന്ന് നോക്കാം. അപ്പം നമ്മുടെ വാഴയ്ക്കൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്.
ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ജാറിൽ ഇരിക്കുന്നതും കൂടെ കിട്ടാൻ വേണ്ടി ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുഴിഞ്ഞ് അരിച്ചെടുത്ത പുളിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി കഷ്ണങ്ങളാക്കിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് നെടുവേ കീറിയതും കൂടെ ചേർത്ത്, പിന്നെ ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ ഈ ഗ്രേവിക്ക് ആവശ്യമായ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത്, ഇപ്പോഴും അര ടീസ്പൂണും കൂടെ ചേർത്ത് ടോട്ടലിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ അര ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മൾ ഈ കറിക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുക്കിംഗ് പഠിച്ചു വരുന്നവർ ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോവരുത്. നമ്മുടെ കറിയുടെ തിക്നെസ് അനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കരുത്. അതുപോലെ തന്നെ ഈ കറിക്ക് കുറച്ച് കുറുകിയ ഗ്രേവിയോട് കൂടിയതാണ് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത്. ഇനി പുളിയും എരിവൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ നിന്നും ഒരല്പം കൂട്ടി 5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടുകും വറ്റൽമുളകും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചൊഴിക്കണം. ഒരു കടായി ഒരു ഫ്രൈ പാനോ ഒന്ന് ചൂടാക്കി അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് 3-4 വറ്റൽമുളക് വേഗത്തിൽ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ 3-4 സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന 4-5 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ കളറൊക്കെ നല്ലപോലെ ഒരു ബ്രൗൺ നിറമായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയുടെ കളർ ഇതുപോലെ വന്നാൽ ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് 10-15 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാഴക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത ഉടനെ തന്നെ ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. എന്നാലേ നമ്മൾ താളിച്ചതിൻ്റെ രുചിയും മണവും ഈ കറിയിലേക്ക് നല്ലപോലെ പിടിക്കുകയുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അടപ്പ് തുറന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ വാഴയ്ക്ക വെച്ച് ഇതുപോലുള്ള ഒരു കറി ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഇപ്പം നമ്മുടെ വാഴയ്ക്കക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കി, കാണാനെന്ത് മനോഹരമെന്ന്. കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എന്തിനേറെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. എന്തായാലും ഇന്ന് തന്നെ നിങ്ങൾ വാഴയ്ക്കക്കറി ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വാഴയ്ക്കക്കറി ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മൗഫിൻ.